discuss about properties of moduli of complex numbers. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലേൻ്റെ പ്രോപ്പർട്ടികൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതായിരുന്നു, മോഡ് Z1 കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് Z1. അപ്പം അതിന് മുന്നേ ആയിട്ട് Z1ഉം Z2ഉം നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു 6 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് Z1 ഈക്വൽ ടു x1 പ്ലസ് iy1 എന്ന് എടുക്കുക. അതുപോലെ Z2 ഈക്വൽ ടു x2 പ്ലസ് iy2 ആയിട്ട് എടുക്കാം. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി മോഡ് Z1 കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം മോഡ് Z1 കണ്ടുപിടിക്കാം. മോഡ് Z1 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. അതുപോലെ Z1 കോൺജുഗേറ്റ് എന്താണ്? Z1 കോൺജുഗേറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഐന്റെ അവിടെ നെഗറ്റീവ് ആവും. അപ്പൊ x1 മൈനസ് y1 ആവും. ഇനി മോഡ് Z1 കോൺജുഗേറ്റ് കണ്ടുപിടിക്കാം. മോഡ് Z1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ Z1 കോൺജുഗേറ്റിന്റെ മോഡാണ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും റൂട്ട് ഓഫ്, അല്ലെ നമുക്ക് ആ എലമെന്റ് ഒന്ന് എഴുതാം, മോഡ് x1 മൈനസ് iy1. അപ്പൊ ഇതിന്റെ മോഡാകുമ്പോൾ കമ്പോണന്റിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കാം. അപ്പൊ x1 സ്ക്വയർ പ്ലസ് മൈനസ് y1 സ്ക്വയർ. അപ്പൊ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ ആണ്, മൈനസ് y1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ y1 സ്ക്വയർ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മോഡ് Z1 അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് Z1. അപ്പൊ നമ്മുടെ റിസൾട്ട് ആയല്ലോ. ദെയർഫോർ മോഡ് Z1 കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് Z1 കിട്ടും. ഇനി സെക്കൻഡ് റിസൾട്ട് നോക്കാം നമുക്ക്. സെക്കൻഡ് റിസൾട്ട് എന്തായിരുന്നു? ഇതൊക്കെ നമുക്ക് ആവശ്യം വരും ഇനിയും. Z1 സെക്കൻഡ് വൺ മോഡ് Z1 Z2 എന്ന് പറയുന്നത് മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ആണ്, അല്ലേ? അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് മോഡ് Z1 Z2ന്റെ സ്ക്വയർ കാണാം. അപ്പൊ നമ്മള് ഒരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു, മോഡ് Z1 Z2ന്റെ സ്ക്വയർ മോഡുലസിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? മോഡ് Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Z ഇൻറ്റു Z കോൺജുഗേറ്റ് ആണ്, അല്ലേ? അതൊരു പ്രോപ്പർട്ടി നമ്മൾ ഡെഫിനിഷന്റെ ടൈമിൽ കണ്ടായിരുന്നു. അപ്പൊ ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മോഡ് Z1 Z2 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? Z1 Z2 ഇൻറ്റു Z1 Z2 കോൺജുഗേറ്റ് എഴുതാം, അല്ലേ? അപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. വിച്ച് ഈസ് ഈക്വൽ ടു, മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു Z1 Z2 ഇൻറ്റു കോൺജുഗേറ്റിന്റെ രണ്ട് പ്രൊഡക്റ്റിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇത് ഇവിടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ. മോഡ് Z സ്ക്വയർ ഈക്വൽ ടു Z ഇൻറ്റു Z കോൺജുഗേറ്റ്. ഇനി ഇതിൽ നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ചെടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഒരുമിച്ചെടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ Z1ഉം Z1 കോൺജുഗേറ്റും ഒരുമിച്ചെടുത്തു. അടുത്തത് Z2ഉം Z2 കോൺജുഗേറ്റും ഒരുമിച്ചെടുത്തു. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഈ പ്രോപ്പർട്ടി വെച്ചിട്ട്
ഇതിനെ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് മോഡ് z1 എന്ന് എഴുതാം, ഇതിനെ മോഡ് z2 എന്ന് എഴുതാം അല്ലേ. പിന്നെ എന്ത് ചെയ്യാ, രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കാം. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓഫ് ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും, ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടും മോഡ് z1 z2 ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ടുകൾ. അപ്പൊ മോഡ് z1 ഇൻറ്റു മോഡ് z2 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട്. സെക്കൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെയും പ്രൂവ്. ഇനി അടുത്ത തേർഡ് പ്രോപ്പർട്ടി നോക്കാം. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, മോഡ് z1 ബൈ z2 ഈക്വൽ ടു മോഡ് z1 ബൈ മോഡ് z2 ആണ്. അപ്പൊ ഇതും നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. മോഡ് z1 ബൈ മോഡ് z2ന്റെ സ്ക്വയർ എടുക്കാം. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, z1 ബൈ z2 ഇൻറ്റു z1 ബൈ z2 കോഞ്ചുഗേറ്റ് എന്ന് എഴുതാം. മൊത്തത്തിലുള്ള കോഞ്ചുഗേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം നമുക്കതിനെ, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ആ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്യാം, മോഡ് z2 ഈക്വൽ ടു z ഇൻറ്റു z കോഞ്ചുഗേറ്റ് എന്ന് എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. കോഞ്ചുഗേറ്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെ എഴുതാം, ഇതിനെ z1 കോഞ്ചുഗേറ്റ് ബൈ z2 കോഞ്ചുഗേറ്റ് എന്ന് എഴുതാലോ. ഇങ്ങനെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഇത് രണ്ടും ഒരുമിച്ച് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു z1 കോഞ്ചുഗേറ്റ് ബൈ z2 കോഞ്ചുഗേറ്റ്. അപ്പൊ ഇതെന്ത് വരും, മുന്നത്തെ പ്രോപ്പർട്ടി വെച്ചിട്ട് മോഡ് z1 സ്ക്വയറും വരും, ഇത് മോഡ് z2 സ്ക്വയർ വരും. ഇനി ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ്, ഇവിടെ എന്ത് കിട്ടും, മോഡ് z1 ബൈ z2 ഈക്വൽ ടു മോഡ് z1 ബൈ മോഡ് z2 എന്ന് കിട്ടും. അപ്പൊ ആ പ്രോപ്പർട്ടിയും പ്രൂവ്ഡ് ആണ്. ഇനി ഫോർത്ത് വൺ, എല്ലാ പ്രോപ്പർട്ടിയും ഇതുപോലെ പല നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഡെഫിനിഷനും യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത്. നാലാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു, അതൊരു ഇനീക്വാലിറ്റി ആയിരുന്നു. മോഡ് z1 പ്ലസ് z2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് മോഡ് z2. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. മോഡ് z2 ഈക്വൽ ടു z ഇൻറ്റു z കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാ, മോഡ് z1 പ്ലസ് z2ന്റെ സ്ക്വയർ എടുക്കാം. എന്ത് വരും, മോഡ് z1 പ്ലസ് z2 ഇൻറ്റു z1 പ്ലസ് z2 ഓൾ കോഞ്ചുഗേറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു z1 പ്ലസ് z2 ഓൾ കോഞ്ചുഗേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, z1 കോഞ്ചുഗേറ്റ് പ്ലസ് z2 കോഞ്ചുഗേറ്റ്. നമ്മൾ കോഞ്ചുഗേറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം, അപ്പൊ അതാണ് ഇവിടെ ചെയ്യാൻ പോണത്. സാധാ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല, ഓർഡർ മാറാതിരുന്നാൽ മതി. ഫസ്റ്റ് ഇവിടെ ആണ് എടുക്കുന്നെങ്കിൽ അത് തന്നെ ഫസ്റ്റ് എഴുതാം. z1 കോഞ്ചുഗേറ്റ് z1 കോഞ്ചുഗേറ്റ് പ്ലസ് z2 കോഞ്ചുഗേറ്റ് പ്ലസ് z1 കോഞ്ചുഗേറ്റ് പ്ലസ് z2 കോഞ്ചുഗേറ്റ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇതെന്താ നമുക്കറിയാം,
മോഡ് Z1² ആണ്. ഇതെന്താ Z1 Z2 കോൺജുഗേറ്റ്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഇത് ഓർഡർ മാറ്റിയാൽ പ്രശ്നമില്ല. Z1 കോൺജുഗേറ്റ് Z2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഇവിടെ തന്നെ മാറ്റിയേക്കാം. Z1 കോൺജുഗേറ്റ് Z2 ആക്കി എഴുതാം. അപ്പൊ ഇതില് നമ്മൾ ഒന്നും കൂടെ കോൺജുഗേറ്റ് എടുക്കുന്ന തരത്തിലാക്കി മാറ്റാൻ പോവാം. എന്ന് വെച്ചാല് Z1 Z2 കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. അപ്പൊ എന്ത് കിട്ടും? ഓൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് Z1 കോൺജുഗേറ്റ് Z2 കോൺജുഗേറ്റ് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? Z2. അപ്പൊ Z1 കോൺജുഗേറ്റ് Z2 എന്ന് പറഞ്ഞത് കിട്ടുമല്ലോ. അപ്പൊ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതി. പ്ലസ് ഇതിനെ നമുക്ക് മോഡ് Z2² എന്നും എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് Z1² പ്ലസ് Z1 Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Z1 Z2 കോൺജുഗേറ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. നമ്മള് റിയൽ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മള് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചത്. നമ്മൾ Z1 Z2 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ നമ്പറിന്റെ റിയൽ പാർട്ട് എന്താണ്? Z1 Z2 കോൺജുഗേറ്റ് അല്ലെങ്കിൽ ഏതൊരു നമ്പർ ആയാലും അതിന്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? Z പ്ലസ് Z കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് റിയൽ പാർട്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, Z1 Z2 കോൺജുഗേറ്റ് പ്ലസ് Z1 Z2 കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. അപ്പൊ ഈ പ്രോപ്പർട്ടി അല്ലേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ റിയൽ Z ആണ്. അപ്പൊ ഇവിടെ ഈ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് പ്ലസ് മോഡ് Z2². ഇനി നമുക്ക് അറിയാം, ഒരു റിയൽ പാർട്ട് ആണോ അതോ ആ നമ്പർ ആണോ വലുത്? ഒരു കോംപ്ലക്സ് നമ്പർ ആണോ, കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആണോ, അതുപോലെ റിയൽ പാർട്ട് ആണോ വലുതാവുക? മോഡുലസ് തന്നെയായിരിക്കും വലുതാവുക. അപ്പൊ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1² പ്ലസ് 2 ഇൻറ്റു മോഡ് Z1 Z2 കോൺജുഗേറ്റ് പ്ലസ് മോഡ് Z2² എന്ന് എഴുതാം. റീസൺ, റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 Z2 കോൺജുഗേറ്റ് എന്ന് പറയാം അല്ലെ? ഒരു നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് അതിന്റെ റിയൽ പാർട്ടിനേക്കാളും വലുതായിരിക്കും. ഇതും നമ്മൾ മുന്നേ പഠിച്ച പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയത്. അപ്പൊ ഇതിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാലോ. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1² പ്ലസ് 2 മോഡ് Z1 ഇൻറ്റു Z2 കോൺജുഗേറ്റിന്റെ മോഡ് പ്ലസ് മോഡ് Z2². ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ മോഡ് Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് Z2 തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെ? ഫസ്റ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് മോഡ് Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മോഡ് Z2 തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? മോഡ് Z1² പ്ലസ് 2 മോഡ് Z1 ഇൻറ്റു മോഡ് Z2 പ്ലസ്
മോഡ് Z2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റ് കിട്ടിയ ആ ഇക്വേഷനിൽ നിന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഈക്വൽ ടു ഇട്ടത്. അപ്പൊ അതിൽ നിന്ന് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 പ്ലസ് മോഡ് Z2 ഓൾ സ്ക്വയർ അല്ലേ ഇത്? എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ആ ഫോമിലല്ലേ ഇതിരിക്കുന്നത് നോക്കി. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താണ്? നമ്മൾ ആദ്യം എടുത്തത് എന്തായിരുന്നു? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് മോഡ് Z1 പ്ലസ് Z2 ഓൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 ഓൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് mod Z1 plus mod Z2 less than or equal to mod Z1 plus mod Z2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പൊ ഇത് ജനറൽ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ കേസിലാണ്. അപ്പൊ അതുപോലെ രണ്ടോ അതിൽ കൂടുതലോ കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ ഇത് ശരിയായിട്ട് വരും. എന്ന് വെച്ചാല് ഈ റൂളില് നമ്മൾ എന്ത് ചെയ്യാം? മോഡ് Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 പ്ലസ് Z3. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതി കൂടെ. അപ്പൊ ഇത് ആയിട്ട് ഇതിൽ പിന്നെ ആ റൂള് യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? മോഡ് Z1 പ്ലസ് മോഡ് Z2 പ്ലസ് മോഡ് Z3. അപ്പൊ ഈ റിസൾട്ട് എത്ര നമ്പേഴ്സിനും പറ്റും. അപ്പൊ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 പ്ലസ് Z2 പ്ലസ് എക്സെട്ര പ്ലസ് Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് Zn എന്ന് എഴുതാം. ഈക്വൽ ആവാൻ ചാൻസ് കുറവാ. ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയിരിക്കും എന്നേ പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഈക്വൽ ആണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത ഇനീക്വാളിറ്റി, ഫിഫ്ത്ത് വൺ, മോഡ് Z1 പ്ലസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് മോഡ് Z2 എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം മോഡ് Z1 കാണുക. എന്താണ് മോഡ് Z1? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. അപ്പൊ നമ്മൾ ഇതിനെ വേറൊരു രീതിയിൽ എഴുതാൻ പോവാം. മോഡ് Z1 പ്ലസ് Z2 മൈനസ് Z2 എന്ന് എഴുതി. മൈനസ് അല്ല ഇവിടെ, പ്ലസ് മൈനസ് Z2 എന്ന് എഴുതി. അപ്പൊ ഇവിടെ Z2 മൈനസ് Z2 കൂടെ ക്യാൻസൽ ആയി മോഡ് Z1 മാത്രമാവും അല്ലെ. അപ്പൊ ജസ്റ്റ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മുന്നേ പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് മോഡ് Z1 പ്ലസ് Z2 നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 എന്ന് എഴുതാം. അപ്പൊ അത് വെച്ചിട്ട് മോഡ് Z1 പ്ലസ് Z2 പ്ലസ് മോഡ് മൈനസ് Z2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ മുന്നത്തെ ഫോർത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് ബൈ ഫോർത്ത് പ്രോപ്പർട്ടി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 പ്ലസ് Z2 പ്ലസ് മോഡ് മൈനസ് Z2 ആയാലും എന്താ വരുള്ളൂ? നെഗറ്റീവിന്റെ സ്ക്വയർ വരുമ്പോ നമുക്കത് എന്ത് വരും? മോഡ് Z2 തന്നെയായിട്ട് വരും അല്ലെ. കാരണം മോഡ് മൈനസ് Z2 എന്ന് പറയുന്നതും മോഡ് Z2 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇങ്ങനെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാ? Therefore നമ്മൾ ഈ മോഡ് Z2 നമുക്ക്
ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. മോഡ് Z1 മൈനസ് മോഡ് Z2 എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു ഇൻഈക്വാലിറ്റി ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് Z2 എന്ന് കിട്ടും. അതല്ലേ നമുക്ക് ഇപ്പൊ ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി. ഇത് നേരെ തിരിച്ചാന്നേ ഉള്ളൂ. മോഡ് Z1 പ്ലസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് മോഡ് Z2. അപ്പൊ ഫിഫ്ത്ത് പ്രോപ്പർട്ടി ആയി. ലാസ്റ്റ് പ്രോപ്പർട്ടി സിക്സ്ത് പ്രോപ്പർട്ടി നോക്കാം. സിക്സ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഡ് Z1 മൈനസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് മോഡ് Z2 എന്നാണ്. അതായത് നമ്മള് യൂസ് ചെയ്യുന്ന ആ കോൺജുഗേറ്റിന്റെ അതേ റിസൾട്ട് തന്നെയാണ്. മോഡ് Z1 Z2 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ഓൾ കോൺജുഗേറ്റ് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. Z1 മൈനസ് Z2 ഇൻറ്റു Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ് എഴുതാം. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ് മൈനസ് Z1ന്റെ ടേമുകൾ ആദ്യം എഴുതാം കേട്ടോ. Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 പ്ലസ് Z2 ഇൻറ്റു Z2 കോൺജുഗേറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 സ്ക്വയർ മൈനസ് Z2 കോൺജുഗേറ്റ് മൈനസ് ഇതിനെ നമ്മൾ നേരത്തെ റിസൾട്ട് ചെയ്ത പോലെ തന്നെ Z2 കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതി. അടുത്തത് മോഡ് Z2 സ്ക്വയർ എന്ന് എഴുതി. ഇനി മൈനസ് അങ്ങ് പുറത്തേക്ക് എടുക്കാം. മോഡ് Z1 സ്ക്വയർ മൈനസ് Z2 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് പ്ലസ് മോഡ് Z2 സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം? നേരത്തെ റിസൾട്ട് ചെയ്ത പോലെ തന്നെ -2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് എഴുതി. ഇതൊരു റിസൾട്ട് ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ് എടുക്കാം. റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2 കോൺജുഗേറ്റ് എടുക്കാം. അതെന്ന് പറയുന്നത് അതിന്റെ മോഡുലസിനേക്കാളും ചെറുതായിരിക്കും നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 Z2 കോൺജുഗേറ്റിനെ മോഡ് Z1 ഇൻറ്റു മോഡ് Z2 കോൺജുഗേറ്റ് എഴുതാം. മോഡ് Z2 കോൺജുഗേറ്റ്. അപ്പൊ ഈ മോഡ് Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മോഡ് Z2 തന്നെയാണ്. അപ്പൊ അതിനെ ഇങ്ങനെ എഴുതാം. വിച്ച് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് നെഗറ്റീവ് ആണ് ആവശ്യമുള്ളത്. നെഗറ്റീവ് -2 ഇൻറ്റു ആണ് ഇവിടെ ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ വിച്ച് ഇംപ്ലൈസ് -2 റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ്. ഇവിടെ ലെസ് ദാൻ ഉള്ളത് മൈനസ് ഇവിടെ വരുന്നതുകൊണ്ട് ഈ സൈൻ എന്താവും? ഓപ്പോസിറ്റ് ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 മോഡ് Z1 Z2 കോൺജുഗേറ്റ് നമ്മൾ പോയി മോഡ് Z2 ആയി വരും. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ടാണ് സൈൻ റിവേഴ്സ് ആവുന്നത് കേട്ടോ. അപ്പൊ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ ഇക്വേഷൻ 1 നമുക്ക് മോഡ് Z1 മൈനസ് Z2 സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 സ്ക്വയർ -2 ഇൻറ്റു അതിന് പകരം നമ്മൾ ഇത് എഴുതുകയാണ്. മോഡ് Z1 മോഡ് Z2
പ്ലസ് മോഡ് Z2 സ്ക്വയർ i എന്ന് വെച്ചാൽ എന്താ, ഇവിടെ മൈനസ് ആണ്, ഇതെന്ന് പറയുന്നത് മോഡ് Z1 മൈനസ് മോഡ് Z2ന്റെ ഓൾ സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് മോഡ് Z1 മൈനസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് മോഡ് Z2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ റിസൾട്ട് അല്ലെ. അപ്പൊ ഇത് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒരു മോഡുലസ് വരുന്നത്. മോഡ് സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യുക, കാരണം ഇവിടെ മോഡുലസ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവേ വരുള്ളൂ. അപ്പൊ ഇവിടെയും എന്ത് വരണം, പോസിറ്റീവ് വരണം. നമ്മളിവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു മോഡുലസും കൂടെ വരുന്നത്.